ഇന്ന് കോൺ കൊണ്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. ഡ്രൈ സ്വീറ്റ് കോണാണ് ഇത്. കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി 2 വിധത്തിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതാണ്. ഇവിടുന്ന് നമുക്ക് മിക്സിയിലൊന്നും പൊടിക്കാൻ കഴിയില്ല, വളരെ ഡ്രൈ ആണ്. ഇത് പുട്ടിനും ഉപ്മാവിനൊക്കെ പൊടിക്കുന്നത് പോലെ തരിതരിയായും അതേപോലെ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ നൈസായും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പുട്ടുണ്ടാക്കി നോക്കാം. നമുക്ക് പുട്ടിന് നനക്കുന്നത് എല്ലാവർക്കും അറിയാലോ. പുട്ടിന് നനച്ച് പുട്ടുണ്ടാക്കിയെടുക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇതിൻ്റെ പൊടി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്, പാക്കറ്റായി വരുന്നുണ്ട് കോൺ പൗഡർ. അത് വാങ്ങി ഉണ്ടാക്കി നോക്കണം. ഇത് ഉപ്മാവാണ് കേട്ടോ. ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ വളരെ ഹെൽത്തി ആയ ഒരു ഫുഡ് ഐറ്റംസാണ് കോൺ കൊണ്ടുള്ള ഫുഡ്. ഈ ഹൈ ലെവൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരാഴ്ച ഈ കോൺ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ കുറക്കാൻ പറ്റും എന്ന് പറയുന്ന കേൾക്കുക. ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഉപ്പും വെള്ളവും ചേർത്ത് കലക്കിയെടുത്ത് കുറച്ച് ഓയിലും ചേർത്ത് ദോശ ഉണ്ടാക്കിയെടുക്കുക. വളരെ ഹെൽത്തി ആയൊരു ഐറ്റംസാണ്. വളരെ ടേസ്റ്റി ഒന്നൊന്നും പറയില്ല, വളരെ ഹെൽത്തി ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബർഗറും ഷവർമയും പിസയൊക്കെ എന്നും കഴിച്ച് ശീലമുള്ള നമ്മളെ മക്കൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് കാണിച്ചു കൊടുക്കണം. നോർത്തിലൊക്കെ ഇത് വളരെ അവൈലബിളായ ഒരു ഐറ്റമാണ്. നമ്മുടെ കേരളത്തിൽ ഇത് ഇല്ല എന്നാണ് തോന്നുന്നത്. മിക്ക ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പോലും ഇല്ല. ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ 2 സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ചപ്പാത്തി കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മേച്ച് ചെയ്യുന്ന ഒരു കറി കൂടി ഞാൻ ഇന്ന് കാണിക്കാം കേട്ടോ. ബീഫ് ചെറുതായി കട്ട് ചെയ്ത് മുളപ്പിച്ചെടുത്ത ഗ്രീൻ പീസും ചേർത്ത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. കീമ എന്നാണ് അവിടെ പറയാറുള്ളത്. ഇവിടെ എന്താണ് ഇതിന് പറയുക, ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയോ എല്ലാവർക്കും എന്നൊന്നും എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും ദോശക്കും ഉപ്മാവിനും അതേപോലെ പുട്ടിനൊക്കെ മേച്ച് ചെയ്യുന്ന ഒരു കറിയാണ്. ഒരു ചെറിയ തക്കാളിയും മീഡിയം ടൈപ്പ് ചുവന്നുള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇതിന് ആവശ്യമായ തേങ്ങ അരപ്പിന് വേണ്ടി ഒരു പകുതി തേങ്ങയും പെരുംജീരകം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു 5-6 ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കാച്ചിയെടുക്കാം. വളരെ ടേസ്റ്റിയായ വെറൈറ്റി ആയ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നോർത്ത് ഇന്ത്യൻ കറിയാണ്. കീമ എന്നാണ് നോർത്തിലൊക്കെ ഇതിന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും മണം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് ഈ കോൺ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ ഹെൽത്തി ആയ ഒരു ഫുഡ് ഐറ്റംസാണ്. താങ്ക് യു.